നമ്മളെല്ലാരും പലപ്പോഴായിട്ടും കേട്ടുള്ള ഒരു ടേമാണ് ബിറ്റ് കോയിൻ എന്നുള്ളത്. ബിറ്റ് കോയിനെ കുറിച്ച് ഒത്തിരി വീഡിയോസ് നമ്മൾ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ പലപ്പോഴായിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ബിറ്റ് കോയിൻ, എങ്ങനെയാണ് ബിറ്റ് കോയിനിലൂടെ പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്. സോ എന്താണ് ബിറ്റ് കോയിൻ മൈനിങ് എന്താണ്, ബിറ്റ് കോയിന്റെ ഹിസ്റ്ററി എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കോസ്റ്റൽ ഡയറീസ്. ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ബിറ്റ് കോയിൻ എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പേരുണ്ട്, സതോഷി നാക്കാമോട്ടോ. സതോഷി നാക്കാമോട്ടോ ആണ് ബിറ്റ് കോയിന്റെ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നത്. 2009 ബിറ്റ് കോയിൻ ഫൗണ്ട് ചെയ്യുന്നത്. ബട്ട് ഈ സതോഷി നാക്കാമോട്ടോ എന്ന് പറയുന്നത് ഒരാളാണോ അതോ ഒരു കൂട്ടം ഗ്രൂപ്പാണോ എന്ന പേരിൽ ഇപ്പോഴും കോൺട്രവേഴ്സീസ് നിലനിൽപ്പുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഇതൊരു ഇലുമിനാറ്റി ഗ്രൂപ്പ് ആണെന്ന് പോലുമാണ്. ഇവർ ശരിക്കും ഒരു സെൻട്രലൈസ്ഡ് ബാങ്കിങ് സിസ്റ്റത്തിന് എതിരായിരിക്കും. ഇപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് ഈ സെൻട്രലൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം എന്ന്. ഈ സെൻട്രലൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഒരാൾക്ക് ബാങ്കിലൂടെ പൈസ അയക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ അയക്കുന്ന പൈസ നേരെ അയാളുടെ കയ്യിലേക്ക് ചെല്ലുകയല്ല ചെയ്യുന്നത്. ആ പൈസ ആദ്യം ബാങ്കിലേക്കായിരിക്കും പോകുന്നത്, പിന്നെ ബാങ്കിൽ നിന്നായിരിക്കും ആ പൈസ ഞാൻ അയച്ച ആൾക്ക് ചെല്ലുന്നത്. സോ ഈ നടുക്കുള്ള ഒരു ശക്തിയാണ് സെൻട്രലൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ മണി ട്രാൻസ്ഫറിന്റെ നടുവിലായിട്ട് ഒരു പവർ വരാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഒരു സെൻട്രലൈസ്ഡ് പവറിന് പകരം എല്ലാവരുടെയും കയ്യിലേക്ക് ആ പവർ വരണമെന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് ഞാൻ തന്നെ ആയിരിക്കണം. ഇത് തന്നെയാണ് ഇവരുടെ റൂളും. അപ്പോൾ ബിറ്റ് കോയിനിലെ മണി ട്രാൻസ്ഫറിങ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടായിരിക്കും. അതിന് നടുവിൽ ഒരു പ്രേരക ശക്തിയോ അങ്ങനെ ഒരു കാര്യങ്ങളോ കാണില്ല. ബിറ്റ് കോയിന്റെ മണി ട്രാൻസ്ഫർ ഡയറക്റ്റ് ആയിട്ട് തന്നെയായിരിക്കും നടക്കുന്നത്. ബിറ്റ് കോയിൻ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈ എൻഡ് സിസ്റ്റം തന്നെ നമുക്ക് ആവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ബിറ്റ് കോയിൻ ഒരു ഹൈലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്യും. ഈ ഇക്വേഷൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഹ്യൂമൻസിന്, നമ്മൾ മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല. അതിന് ഹൈ എൻഡ് ആയിട്ടുള്ള സിസ്റ്റംസ് തന്നെ ആവശ്യമായിരിക്കും. സോ അതിനു വേണ്ടിയിട്ടാണ് ഹൈ എൻഡ് സിസ്റ്റംസ് വേണമെന്ന് പറയുന്നത്. സോ നമ്മുടെ കമ്പ്യൂട്ടർ ഈ ഒരു റാൻഡം ഇക്വേഷനെ സോൾവ് ചെയ്തതിനു ശേഷം നമ്മളായിരിക്കും ബിറ്റ് കോയിൻ ബാങ്കർ എന്നറിയപ്പെടുന്നത്. നമ്മൾ ഒരാൾ മാത്രമായിരിക്കത്തില്ല ഈ ബാങ്കർ എന്നറിയപ്പെടുന്നത്. കാരണം ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന എല്ലാവരും ബാങ്കേഴ്സ് തന്നെയാണ്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന കാര്യമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വല്ല മാത്സ് എക്സാമോ ആണ് എഴുതുന്നതെന്ന്. എങ്ങനെ നമ്മൾ ബിറ്റ് കോയിൻ ബാങ്കർ ആയതിനു ശേഷം നമുക്ക് ബിറ്റ് കോയിനിൽ ലെഡ്ജർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടും. നമ്മളൊരു പെർമനന്റ് ബാങ്കർ ആയിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നവരനുസരിച്ച് ബാങ്കർ സ്ഥാനം മാറി മാറി വരും. സോ ആ ടൈമിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് സെലക്ട് ചെയ്ത് ലെഡ്ജർ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ചുരുക്കി പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞു, നമുക്കൊരു ക്വസ്റ്റ്യൻ, ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്ത് തരും. നമ്മുടെ സിസ്റ്റം അത് സോൾവ് ചെയ്യും. ഈ സോൾവ് ചെയ്ത ഇക്വേഷനും പിന്നെ നമ്മൾ ഒരു ലെഡ്ജർ അപ്ലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലെഡ്ജർ അപ്ലോഡ് ചെയ്യും കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ അപ്ലോഡ് ചെയ്ത ട്രാൻസാക്ഷനും സോൾവ് ചെയ്ത സൊല്യൂഷനും ബിറ്റ് കോയിൻ നെറ്റ്വർക്കിംഗിലേക്ക് പോകും. ഈ ബിറ്റ് കോയിൻ നെറ്റ്വർക്കിംഗിൽ നമ്മൾ ഒരാളുടെ നെറ്റ്വർക്ക് മാത്രമായിരിക്കില്ല കാണുന്നത്. പകരം അവിടെ നിറയെ നെറ്റ്വർക്ക്സ്, അതായത് ഈ ബിറ്റ് കോയിൻ യൂസ് ചെയ്യുന്ന എല്ലാവരുടെയും നെറ്റ്വർക്ക്സ് ആണ്. സോ ഇവരൊക്കെ കൂടിയിട്ട് ഇത് വാലിഡേറ്റ് ചെയ്യും. ഇവരെ വാലിഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റിവാർഡ് കിട്ടും. ഈ റിവാർഡിനെയാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. ഇന്നൊരു ബ്ലോക്ക് ട്രാൻസാക്ഷന് കിട്ടുന്നതെന്ന് പറയുന്നത് 6.25 മില്യൺ ബിറ്റ് കോയിൻസ് ആണ്. ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ റിവാർഡ് കിട്ടുന്ന പ്രോസസ്സിനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്വേഷൻ സോൾവ് ചെയ്ത് ട്രാൻസാക്ഷൻ അപ്ലോഡ് ചെയ്ത് അത് വാലിഡ് ആയതിനു ശേഷം കിട്ടുന്ന ഈ റിവാർഡ്, ഈ ബിറ്റ് കോയിൻ ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് ബിറ്റ് കോയിൻ മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത പ്രോസസ്സിനെയും ബിറ്റ് കോയിൻ മൈനിങ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന റിവാർഡിനെയും ആണ്. ബിറ്റ് കോയിൻ ഡിസ്ട്രോ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. ബിറ്റ് കോയിൻ മൈനിങ്ങിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 21 മില്യൺ ആണ്. ഇന്ന് ബിറ്റ് കോയിൻ മൈൻ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള PCയോ ലാപ്ടോപ്പോ ഒന്നും വെച്ച് സാധിക്കില്ല. പകരം അതിന് പവർഫുൾ ആയിട്ടുള്ള ASIC ഡിവൈസസ് തന്നെയാണ് ആവശ്യവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ബിറ്റ് കോയിൻ കണ്ടുപിടിച്ച സമയത്ത് ഇത് അത്ര വലിയ പോപ്പുലർ ആയിരുന്നില്ല. സോ ആ ടൈമില് ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ ഒക്കുമായിരുന്നു നമ്മുടെ കയ്യിലുള്ള സാധാ PCs യൂസ് ചെയ്ത്. പക്ഷെ ഇന്ന് ബിറ്റ് കോയിന്റെ വാല്യൂ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സോ ആൾക്കാർ ഇത് ഓവറായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഇക്വേഷൻ ഒന്നുകൂടെ ഹാർഡ് ആകും. ഈ ഹാർഡ് ആവുന്ന ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ASIC കമ്പ്യൂട്ടേഴ്സ് തന്നെ ആവശ്യമായിട്ടും വരും. ഈ ASIC ഡിവൈസസ് എന്ന് പറയുന്നത് സാധാ CPUs കൂട്ടിവെച്ചിട്ടുള്ളതല്ല. പകരം GPUs, ഗെയിമിങ്ങിനും പിന്നെ വീഡിയോ എഡിറ്റിങ്ങിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന GPUs ഒരു 1000 എണ്ണമൊക്കെ ഒരുമിച്ച് വരുന്നതായിരിക്കും ഒരു ASIC ഡിവൈസ് എന്ന് പറയുന്നത്. സോ ഇത് യൂസ് ചെയ്യുന്ന സ്ഥലം ഭയങ്കര കൂളായിരിക്കണം. കാരണം ഈ ബിറ്റ് കോയിൻ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡീമെറിറ്റ് തന്നെയാണ് ഇലക്ട്രിസിറ്റി ലോസ് എന്ന് പറയുന്നത്.
ബിറ്റ് കോയിൻ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തേക്കുന്ന സിസ്റ്റത്തിന്റെ പവർ കൂടുന്നതനുസരിച്ച് ബിറ്റ് കോയിൻ ജനറേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യന്റെ പവറും കൂടും. സോ ഇപ്പൊ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ആൾക്കാർ ബിറ്റ് കോയിനിലൂടെ ഇത്രയും പൈസ ഉണ്ടാകുന്നത്, ഇത്ര ASIC ഡിവൈസുകൾ യൂസ് ചെയ്യാനായിട്ടാണെങ്കിലും നല്ല പൈസ വേണ്ടി വരില്ലേ? അതിനാണ് ബിറ്റ് കോയിൻ മൈനിങ് പൂൾ ഉള്ളത്. എന്താണ് ഈ ബിറ്റ് കോയിൻ മൈനിങ് പൂൾ എന്ന് വയ്ക്കുകയാണെങ്കിൽ ഇതൊരു കൂട്ടം ആൾക്കാരായിരിക്കും. ഈ ഒരു കൂട്ടം ആൾക്കാര് ഇത്ര GPUs, അതിനകത്തുനിന്ന് ഒരാൾ ഇത്ര GPU വെച്ച് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ ഓരോരുത്തരെ പ്രൊവൈഡ് ചെയ്യുന്ന GPUs വെച്ചിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ASIC ഡിവൈസ് ആക്കും. ഈ ASIC ഡിവൈസ് ആക്കിയതിനു ശേഷം ബിറ്റ് കോയിൻ ജനറേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇവര് സോൾവ് ചെയ്യുകയും ആ സോൾവ് ചെയ്ത് നമുക്ക് അവസാനം കിട്ടുന്ന ബിറ്റ് കോയിൻ വെച്ചിട്ട് ഇവർ ആ ബിറ്റ് കോയിൻ ഇത്ര GPU പ്രൊവൈഡ് ചെയ്ത ആൾക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യും. ഇതിനാണ് ബിറ്റ് കോയിൻ മൈനിങ് പൂൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്ത ഷെയറിനനുസരിച്ച് കിട്ടുന്ന ലാഭം തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുക. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. ഇലക്ട്രിസിറ്റി ലോസ് ആണ് ഇതിന്റെ വലിയൊരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. കാരണം ഇത്ര നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 1000 ASIC ഡിവൈസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര 1000 ASIC ഡിവൈസുകൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് ഭയങ്കര ഹീറ്റ് ആയിരിക്കും. സോ അതിനെ നമ്മൾ എപ്പോഴും കൂൾ ചെയ്തിട്ടിരിക്കണം. അതിന് തന്നെ ആവശ്യമായിട്ട് വരുന്ന ഇലക്ട്രിസിറ്റി ചാർജ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്നും പറയുന്നത്. സോ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.